ഇപ്പം ഫേസ്ബുക്കിൽ നമ്മൾ ഫോട്ടോസും വീഡിയോസും അതുപോലെ തന്നെ പോസ്റ്റുകളൊക്കെ ഇടാറുണ്ട്. അപ്പം അങ്ങനെ ഫോട്ടോസും വീഡിയോസും അതുപോലെ തന്നെ പോസ്റ്റുകളൊക്കെ ഇടുമ്പം എങ്ങനെ വേറെ ഒരാളെ ടാഗും കൂടി ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഫേസ്ബുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോയിലോട്ട് ഒരാളെ ടാഗ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ 3 ലൈൻസ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൻ്റെ പേര് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി ഒരാളെ ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സൈഡിലായിട്ട് 3 ഡോട്ട്സ് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് പോസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഇങ്ങനെ ഒരു ബട്ടൺ കാണാൻ പറ്റും, ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് ആരെയാണോ ടാഗ് ചെയ്യേണ്ടത് ആ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിളിൽ ഞാൻ ഈ ഒരു കോൺടാക്റ്റ് സെലക്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ മുകളിൽ സേവ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരാളും കൂടി ടാഗ് ആവുന്നതായിരിക്കും. ഇപ്പം ഒരു പേരും കൂടി ഇവിടെ എക്സ്ട്രാ കാണിക്കുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾ ഒരു പുതിയ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് പേജിൽ ഒരു പ്ലസ് ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. പോസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യുക. ഒരു എക്സാമ്പിളിന് ഞാൻ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ്. അത് സെലക്ട് ചെയ്താൽ നേരത്തെ പോലെ തന്നെ ഇവിടെ ആ ഒരു ബട്ടൺ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ നമുക്ക് ഒരാളെ ടാഗ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് കൊടുത്താൽ അവരെ ടാഗ് ചെയ്തിട്ട് ആ ഒരു ഫോട്ടോ പോസ്റ്റ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റിൽ വേറെ ഒരാളെ നമുക്ക് ടാഗ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവനായിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.